സമ്പത്ത്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. നേരത്തെ ഗോകുൽ പറഞ്ഞ ഒരു കാര്യം അത് വിശദീകരിക്കപ്പെട്ടില്ല. നേരത്തെ സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയയിൽ നിന്ന് വളരെ ആധികാരികമായും സമഗ്രമായും ആ കാര്യം പറഞ്ഞതുകൊണ്ട് അതിലേക്ക് കടന്നില്ല. KN രാജണ്ണ, കർണാടകത്തിലെ മന്ത്രി, രാജിവെക്കാൻ ഇടവന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം, അത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെയാണ് അത് നടന്നത് എന്ന് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഗോകുൽ പറഞ്ഞ ആ അഭിപ്രായത്തിൻ്റെ ഒരു നിഴലാട്ടം ഉള്ള അഭിപ്രായം പറഞ്ഞതിനാണ് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത്. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ രാജിവെക്കാൻ നിയോഗിച്ചു എന്നാണ് പറയുന്നത്. രാജണ്ണയെ പോലെ ഒരു മന്ത്രി, ഒരു മുതിർന്ന മന്ത്രി ദേശീയ നേതാവിനെതിരെ, പരമോന്നത ദേശീയ നേതാവിനെതിരെ ഇങ്ങനൊരു പരാമർശം നടത്തുമ്പോൾ അത് ശുഭോദർക്കമായി കാണാനാവുമോ? നമ്മൾ രാഷ്ട്രീയ ചരിത്രമൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. മിർജാഫർമാർ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അതിന് പിറകിൽ കിലുങ്ങുന്നത് വെള്ളിനാണയങ്ങളുടെ കിലുക്കമല്ലേ എന്ന് ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത് എന്നെനിക്ക് തോന്നുന്നു. സമ്പത്ത് എങ്ങനെ പ്രതികരിക്കും? ശ്രീ ചന്ദ്രശേഖരന് ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞ കാര്യത്തിന് രാഷ്ട്രീയമായി അത്തരത്തിൽ അതേ ഭാഷയിൽ മറുപടി പറയാനായി ഞാനിപ്പോൾ ഈ വേള ദുരുപയോഗപ്പെടുത്തുന്നത്. താങ്കളുടെ ഭാഷയിൽ പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ 15 മുൻ മുഖ്യമന്ത്രിമാർ BJPയിൽ ചേർന്നതും നൂറുകണക്കിന് നേതാക്കൾ അത്തരത്തിൽ അത് പിന്നെ അവരെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കെല്ലാം എത്തപ്പെട്ടതും ഈ പണം കൊണ്ട് എന്തും നേടാമെന്നത്, മണി ക്യാൻ ബൈ എനിത്തിങ് എന്നുള്ള നിലയിലേക്ക് എനിത്തിങ് ക്യാൻ ബി പർച്ചേസ്ഡ് സബ്ജക്ട് ടു ദ പ്രൈസ് ഓഫേർഡ് ആൻഡ് ദ സർക്കംസ്റ്റൻസസ് പ്രിവെയിലിംഗ് എന്നുള്ളത് ഈ ആഗോളീകരണത്തിൻ്റെ കാലത്ത് അത്തരത്തിൽ നാണയത്തൊട്ടുകളുടെ കുലുക്കം കൊണ്ട് കോടിപതികൾ അത്തരത്തിൽ രാഷ്ട്രീയം നിയന്ത്രിക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കാം. ഞാൻ ഈ കാര്യത്തിൽ ഇന്ത്യയിലെ ഈ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ അവകാശം എല്ലാവരും തുല്യരാകുന്നത് പോളിംഗ് ബൂത്തിലാണ് എന്നുള്ളത് കൊണ്ട് ശതകോടീശ്വരനും ഫോബ്സ് മാസികയിൽ അത്തരത്തിൽ ഈ ലോകത്തിൽ അതിസമ്പന്നരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളവരും ഒരുപക്ഷെ ഈ ഇന്ത്യയിൽ പലയിടങ്ങളിലും സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്ന കുടുംബാംഗങ്ങൾ അടക്കമുള്ളവരും ഒരു നേരത്തെ അന്നത്തിനായി ഒരുപക്ഷെ തെരുവിലിരുന്ന് യാചിക്കുന്നവരടക്കമുള്ളവരും അവരുടെ രാഷ്ട്രീയ അധികാരമെന്നത് അത്തരത്തിൽ തങ്ങളുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോഴാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാതികൾ നൽകുന്നതിനെ സംബന്ധിച്ചാണ് എങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ചോദിക്കട്ടെ, BJP പറഞ്ഞ് അച്ചം പത്തായത്തിലുമില്ല എന്ന് ദയവ് ചെയ്ത് പറയരുത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയട്ടെ. ഇവിടെ വിഷയം തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എല്ലാം ഡിജിറ്റലൈസേഷനിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ NPC. അങ്ങനെയല്ലേ നോട്ട് നിരോധനത്തിൻ്റെത് പോലും വന്നത്. ആദ്യം പറഞ്ഞത് എന്താണ്? നോട്ട് നിരോധനത്തിന് ആജ് രാത് കെ ബാദ് എന്താ പറഞ്ഞത്? കള്ളപ്പണം പിടികൂടാനാണ്, കള്ളപ്പണക്കാരെ എല്ലാം ജയിലിലടക്കാനാണ്, കള്ളനോട്ടെല്ലാം നമുക്ക് പിടികൂടാനാണ്, അതിർത്തി കിടന്നതെല്ലാം വരികയാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് ഹൂസ് ചൈൽഡ് ഇറ്റ് വാസ് എന്നുള്ള ഒരു ചോദ്യം സുപ്രീം കോടതി വരെ പോയി. പാർലമെൻറ്റിൽ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞത് ഞങ്ങളല്ല തീരുമാനിച്ചത്, റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്ക് സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഞങ്ങളല്ല തീരുമാനിച്ചത്, ഇന്ത്യ ഗവൺമെൻറ്റാണ് എന്നുള്ളതിൻ്റെ. എന്താ പറഞ്ഞത്? ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങളിത് 50 ദിവസത്തിനുള്ളിൽ ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ തൂക്കിക്കൊന്നുകൊള്ളൂ എന്ന് പോലും പറഞ്ഞു. പറഞ്ഞ വാക്കിനൊക്കെ വിലയുണ്ടാവണം. ഞാൻ വധശിക്ഷയ്ക്കെതിരായിട്ടുള്ള ഒരു അഭിഭാഷകൻ കൂടിയാണെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരൻ അങ്ങനെ ആവശ്യപ്പെട്ടാൽ ആ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് കൊടുത്തുകൂടെ? കയ്യിലിരിക്കുകയല്ലേ അത് ഡിജിറ്റലായിട്ട് അത്തരം കാര്യങ്ങളെല്ലാം മൊബൈലിലേക്ക് മൾട്ടിമീഡിയയിലേക്കെല്ലാം അങ്ങോട്ടേക്ക് പകർന്നു കൊടുത്താൽ പോരെ, ഡൗൺലോഡ് ചെയ്താൽ പോരെ? കൊടുക്കില്ല. ഞങ്ങളുടെ കയ്യിലുള്ള CCTV ദൃശ്യങ്ങൾ ഞങ്ങൾ നശിപ്പിക്കും എന്നിട്ട് പറയുകയാണ് നിങ്ങൾ തെളിവ് ഹാജരാക്കൂ എന്ന് പറയുകയാണ്. ആരുടെ കയ്യിലാണ് ഇതെല്ലാം ഉണ്ടായിരുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിൽ. അത് നശിപ്പിച്ചു എന്ന് പറയുന്ന ആരാ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓർമ്മയുണ്ടോ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ? ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ കേസിൽ അത്തരത്തിൽ, അത് ജസ്റ്റിസ് ഭൂഷൻ്റെ വിധിന്യായത്തിലും പറഞ്ഞിട്ടുണ്ട്, അതിൽ കക്ഷി ചേർന്നത് ₹1 പോലും കൈപ്പറ്റിയിട്ടില്ലാത്തതായ രാഷ്ട്രീയ പാർട്ടി CPIM-നെ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിലടക്കം പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ അഡ്ജന്റായി, ആ തീവണ്ടിയിലെ ഒരു ബോഗിയായി, അതിൻ്റെ പാൻട്രി കാർ പോലെ പ്രവർത്തിക്കുന്ന നിലയിലേക്ക് സുപ്രീം കോടതിയിൽ വന്ന് പറഞ്ഞത് വാസ്തവത്തിൽ സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ പച്ചക്കള്ളമല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞത് എന്താണ്? അഫിഡാവിറ്റ് എന്തായിരുന്നു അവിടെ കൊടുത്തത്?
തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ കാര്യങ്ങൾ കൊടുക്കുക, ഇതെല്ലാം നുള്ളിപ്പറക്കി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് സുപ്രീം കോടതി വല്ലാതെ പിടിച്ചങ്ങ് കുടഞ്ഞപ്പോൾ, ചെവിക്ക് പിടിച്ച് കുടഞ്ഞപ്പോഴേ, അത് വേദന അനുഭവിച്ചപ്പോഴേ മണിക്കൂറുകൾക്കുള്ളിൽ ഇതെല്ലാം എത്തി. അങ്ങനെയല്ലേ ഈ ലോകവും രാജ്യവും അറിഞ്ഞത്? ഏതൊക്കെ കോർപ്പറേറ്റുകളാണ് അത്തരത്തിൽ, ഷെൽ കമ്പനികളാണ് ഇത്തരത്തിൽ, ആർക്കൊക്കെയാണ് ഇത് കൊടുത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച്? ഇതെന്താ ഡിജിറ്റലൈസ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ ബുദ്ധിമുട്ട്? അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ക്വിൻ്റൽ കണക്കിന് പേപ്പറുകളായി കൊടുക്കാം എന്നുള്ളതാണ്. വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ നൽകാം എന്നുള്ളതല്ലേ. ഞാൻ ഒരു മിനിറ്റ് കൂടി എടുത്തോട്ടെ. 2025 മെയ് മാസം 10 CPIM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയും പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് നിലോൽപൽ ബാസുവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവരുടെ ഓഫീസിൽ പോയി കണ്ടിട്ട് ദീർഘമായ അവരുടേതായ ഒരു നിവേദനം സമർപ്പിച്ചു. നാളിതുവരെ, ഇന്ന് നമ്മൾ ചർച്ച നടത്തുകയാണ്, മെയ് 10 2025 കൊടുത്തതായിട്ടുള്ള ആ നിവേദനത്തിന് നാളിതുവരെ വിശദമായ ഒരു ചർച്ചയോ മറുപടിയോ ഇന്ത്യയിലെ ദേശീയ പാർട്ടിക്ക് നൽകിയിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ നിവേദനത്തിലടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇന്ത്യയിൽ പലയിടങ്ങളിലും 10% വോട്ട് ലഭിച്ചതായിട്ടുള്ള പല പാർട്ടികൾക്കും ഒരംഗം പോലും അത്തരത്തിൽ ലോക്സഭയിലേക്ക് ഇല്ലാത്തതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ആ വോട്ടുകളെല്ലാം പോകുന്നു എന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയെന്നാണ്. ഞാനെന്ന് പറയട്ടെ, 18 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനം എത്ര? 36.3 അല്ലേ? 17 ലോക്സഭയുടെ കാലത്ത് 37.2 അല്ലേ? 1% വോട്ട് കുറഞ്ഞപ്പോഴേ ഗോകുലെ ഓർക്കേണ്ടത് BJPക്ക് 63 ലോക്സഭാ അംഗങ്ങൾ ഇല്ലാതായി. വെറും 1% വോട്ട് ഇന്ത്യയിൽ കുറഞ്ഞപ്പോൾ. ഇന്ത്യയിൽ 67% ആളുകൾ BJPക്കെതിരായി വോട്ട് രേഖപ്പെടുത്തുമ്പോഴും BJPയുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി ഗവൺമെൻറ് ഉണ്ടാക്കാനായി കഴിഞ്ഞു എന്നൊക്കെ ഉള്ളത് കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ചർച്ച, ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പണം കെട്ടിവെക്കണം, നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇതെന്താ? ഒരു കാര്യം ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് അങ്ങനെ പറയരുത് എന്നാണ് എങ്കിൽ, കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു കൊലപാതകത്തിന് അങ്ങനെ സാക്ഷിയാകേണ്ടി വന്ന ഒരാൾ, വായടക്കി നടക്കേണ്ടി വന്നയാൾ, ജീവൻ ഭയന്ന് നടക്കേണ്ടി വന്നയാൾ, തൻ്റെ കുട്ടികളുടെ ഭാവിയെ കരുതി മിണ്ടാതെ ചുപ്രഹോ നടന്നയാൾ പറയേണ്ടി വന്നു എങ്കിൽ, ഓർമ്മയുണ്ടല്ലോ വർഗീസിൻ്റെ വധം, നക്സലൈറ്റ് എന്ന് ആരോപിച്ച് വെടിവെച്ച് കൊല്ലപ്പെട്ട വർഗീസ് എങ്ങനെയാണ് ആ മരണം ഉണ്ടായത് എന്നുള്ളത്. അന്ന് ദേശാഭിമാനി ദിനപത്രം അതിനെ സംബന്ധിച്ച് അന്ന് വന്ന വാർത്തകൾ പുറത്തുവിട്ടുവെങ്കിലും ആരും സമ്മതിച്ചില്ല. വളരെ കുറച്ച് സർക്കുലേഷൻ മാത്രമുള്ളൊരു പത്രം ഇങ്ങനെയെല്ലാം പറയുന്നത്. ആരാണ് ഈ രാജ്യത്ത് മൈൻഡ് ചെയ്യുക എന്നുള്ളത് പിന്നീട് ഈ രാഷ്ട്രത്തിന് ബോധ്യപ്പെട്ടല്ലോ. ഇത്തരത്തിൽ പല കാര്യങ്ങളും രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ മാനിപ്പുലേഷൻ, ഷിയർ മാനിപ്പുലേഷൻ, അവിടെ അത്തരത്തിൽ നടക്കണമെങ്കിൽ അതിന് ഗൂഢാലോചന ഉണ്ടാവണം. ഈ BLAമാരെന്ന് പറയുന്നത് ആരാ? ഇവിടെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുകയുണ്ടായില്ല, അതല്ല ഈ റവന്യൂ വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അല്ല. ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ എന്നുള്ളത് നിയമിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള ദേശീയ രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും അവരാണ് ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ നിയമിക്കുന്നത്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേതായിട്ടുള്ള അംഗീകാരവും അവർക്കൊരു അത്തരത്തിൽ സാക്ഷ്യപത്രവും നൽകും, അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഓണറേറിയം നൽകും. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് വോട്ടർമാരെ കണ്ടെത്തി വോട്ട് ചേർക്കലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യത്തെ പരിഗണന. നിങ്ങളെല്ലാവരും ഇന്ത്യക്കാരാണ്, നിങ്ങൾ സമ്മതിദായകരാണ്, നിങ്ങൾക്ക് വോട്ടവകാശമുണ്ട് എന്നുള്ളത്. അവിടെ ഇപ്പോൾ എന്താ എത്തിയിരിക്കുന്നത്? വെട്ടിമാറ്റുക, നിങ്ങളെ ഇത്തരത്തിൽ വെട്ടിമാറ്റുക. ടൺ കണക്കിന് വോട്ടർമാർ, അങ്ങനെ ഒരു പേര്, അങ്ങനെ ഞാനൊരു പദം ഉപയോഗിക്കുന്നത് ക്ഷമിക്കണം, കൊണ്ടുവന്ന് അവരെയെല്ലാം ഇതിനകത്തേക്ക് കുത്തി നിറയ്ക്കുക. എൻ്റേതായ ഫ്ലാറ്റിൽ ഇത്തരത്തിൽ പല ആളുകളുടെയും പേരുകൾ വന്നതിനെ സംബന്ധിച്ച് ഞാൻ പരാതി കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്തില്ല എന്ന് വീട്ടമ്മ പറയുക മാത്രമല്ല. ഓർമ്മയുണ്ടോ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ്? മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ CPIM-ൻ്റെ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഖാവ് ഇസ്മായിൽ പരാജയപ്പെട്ടത് വെറും 529 വോട്ടിനാണ്. അന്ന് കേരളത്തിൽ NDAയുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു. ആ ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് PC തോമസ് എന്നാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയ ധ്രുവീകരണത്തിനും സാമുദായികമായ ചേരിതിരിവിനും അത് വോട്ടായി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി നോട്ടീസുകളും പ്രചരണവും നടത്തിയതിനെ സംബന്ധിച്ച് അന്ന് LDF-ൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുക്കാൻ പിടിച്ചിരുന്ന നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്തില്ല. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഹൈക്കോടതിയിൽ നമ്മൾ ഈ വിസ്തരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിനാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളാണല്ലോ ഇതിനെപ്പറ്റി നന്നായി പറയാൻ കഴിയുന്ന ആൾ. നേരത്തെ ഈ ഹൈക്കോടതിയിൽ വിസ്തരിക്കുന്നത് ഇലക്ഷൻ ഹർജിയിൽ മാത്രമാണ്. ആ ഇലക്ഷൻ ഹർജിയിൽ സഖാവ് ഇസ്മായിലിന് അനുകൂലമായിട്ടാണ് വിധി വന്നത്. തെരഞ്ഞെടുപ്പ് PC തോമസിൻ്റെ റദ്ദാക്കി. ആ റദ്ദാക്കിയതിനെതിരായി അദ്ദേഹം സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. ആ സുപ്രീം കോടതിയിൽ അതിൻ്റേതായിട്ടുള്ള വിധിന്യായം വന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 2009 15 ലോക്സഭയിലേക്ക് ഞാനടക്കമുള്ള ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു പോയതിന് ശേഷം
മൂവാറ്റുപുഴ മണ്ഡലം പോലും ഇല്ലാതായതിനു ശേഷം Yes. പശുവും ചത്ത് പാലും പിരിഞ്ഞ് മോരിലെ പുളിയും പോയതിനു ശേഷം അപ്പോൾ ഇതെല്ലാം കോടതിയിൽ പോയിട്ട് നിങ്ങൾ ചെയ്തുകൊള്ളാനാണ് പറയുന്നത്. കള്ളം കണ്ടുപിടിച്ചാൽ അതാണ് കള്ളമാണ് നടത്തിയിട്ടുള്ളത്, കൂട്ടമായി അത്തരത്തിൽ വ്യാപകമായി നടത്തിയിട്ടുള്ളത്, ഭരണഘടനയുടെ അട്ടിമറിയാണ് ഈ നടത്തിയിട്ടുള്ളത്. ഇതാണ് കണ്ടുപിടിക്കപ്പെട്ടത്. അപ്പോൾ അതിനെ ആക്ഷേപിക്കലല്ല വേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നിങ്ങൾ ആരാ ചോദ്യം ചെയ്യാൻ എന്നുള്ള നിലയിലേക്കല്ല വരേണ്ടത്. യെസ്